അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ ചൈനയിലെ ട്രെയിനുകളൊക്കെ കണ്ടോ, അടിപൊളിയിലാണ്. അതുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഇവരുടെ മാവോ നമ്മുടെ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ കൺട്രിയാണ്. അങ്ങനെ ചൈന വന്ന് സൈക്കിൾ റിക്ഷയിൽ കയറി ഓസ്ട്രേലിയ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചൈന ട്രിപ്പ് തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജിങ്ങിലെ അവശേഷിക്കുന്ന കുറച്ച് കാഴ്ചകൾ കൂടി കാണുക. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം ബുള്ളറ്റ് ട്രെയിനിൽ നമ്മൾ മറ്റൊരു സിറ്റിയിലേക്കുള്ള ഒരു അടിപൊളി യാത്ര, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. ഗൈസ്, അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം തിരക്ക് കൂട്ടിയുള്ള ഒരു പുറപ്പെടലാണ്. രാവിലെ തന്നെ വണ്ടികളെല്ലാം നിരന്ന് കിടന്നത്. ഇതെല്ലാം നമ്മൾ വന്ന ഈ ട്രിപ്പ് ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ബസ്സുകളാണ്. ഈ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിറച്ച് ഈ ഒരു ട്രിപ്പ് ഡീലിൻ്റെ കസ്റ്റമേഴ്സാണ്. അതായത് ഇങ്ങനെ വന്ന ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വന്ന സഞ്ചാരികളാണ് ഈ ഒരു ഹോട്ടൽ മുഴുവൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റമദ എന്ന് പറയും, റമദ ഹോട്ടലാണ്. അപ്പം ഇവിടുന്ന് ഒരു തണുത്ത സുപ്രഭാതമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല അത്യാവശ്യം നല്ല തണുപ്പ് ഉള്ള സ്ഥലമാണ് ബീജിങ്. അപ്പോൾ ബീജിങ്ങിൽ നിന്ന് ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. നമ്മൾ ട്രെയിനിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ ബാഗുകളെല്ലാം താഴെ ബസ്സിനകത്ത് വെച്ച് നമ്മൾ വണ്ടിക്കകത്തേക്ക് കയറുന്ന ഭാഗമാണ്. അപ്പോൾ വലിയ താമസമില്ലാതെ നമ്മൾ ഇവിടുന്ന് അടുത്ത ഈ പറഞ്ഞ ടിയാൻമെൻ സ്ക്വയറിലേക്ക് നമ്മൾ പോവുകയാണ്. അണ്ണന്മാരൊക്കെ ആദ്യമേ തന്നെ കയറി സീറ്റ് പിടിച്ച. അങ്ങനെ നമ്മൾ ടിയാൻമെൻ സ്ക്വയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിയാൻമെൻ സ്ക്വയർ ആണ് ഇത് ആ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് ഭയങ്കര സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇതിങ്ങനെ ഓരോ ടൂർ ഓപ്പറേറ്റേഴ്സും അവരുടെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ പല ടീമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരുണ്ടെങ്കിലുള്ളൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കധികം ചെക്കിങ് വരത്തില്ല. ഇവർക്ക് ഓൾറെഡി ഇതെല്ലാം നമ്മുടെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 സ്ഥലത്ത് നമ്മളെ ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം ഇതുപോലെയുള്ള കണ്ടക്റ്റഡ് ടൂർ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോളിഡേക്ക് പോകുന്ന പോലെ ഇവരോട് പോകാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരുമാതിരി സ്കൂളിലെ എക്സ്കർഷനൊക്കെ പോകുന്ന പോലെ ആണ് പോകുന്നത്. ഇവർ പറയുന്ന സമയത്ത് നമ്മൾ അതായത് മിക്കവാറും തന്നെ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും ബസ്സിൽ കയറണം. അത് കഴിഞ്ഞ് ഇവർ പറയുന്ന സമയത്ത് നമ്മൾ എല്ലായിടത്തും തന്നെ ഇവർ പറയുന്ന ആ സമയത്ത് തന്നെ നമ്മൾ എത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ്. അത് സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോകുമ്പോഴത്തേക്കും ടീച്ചർമാരുടെ പുറകെ ഇങ്ങനെ കുട്ടികൾ പോകുന്ന പോലെ നമ്മൾ പോകേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു ഇങ്ങനെയുള്ള ടൂറുകളുടെ ഇത്. നമ്മൾ തായ്ലാൻഡ് ബാലിക്കൊക്കെ പോകുന്ന പോലെ അങ്ങനത്തെ ഒരു ലക്ഷർ ഒരു ട്രിപ്പായിട്ട് ഇതിനെ കൂട്ടാൻ പറ്റത്തില്ല. എനിവേ നമ്മൾ ടിയാൻമെൻ സ്ക്വയറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്നത്, നമ്മുടെ ന്യൂഡൽഹിയിലൊക്കെയുള്ള നമ്മുടെ പ്രസിഡൻറ്റ് രാജ്പത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നതും അതുപോലെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ എന്നാ പറയുന്നത് ന്യൂഡൽഹിയിൽ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും കാണുന്ന പോലെയുള്ള, അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ പാലസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോകുന്ന പോലെയുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇതാണ് ടിയാൻമെൻ സ്ക്വയറിൻ്റെ ഒരു ഗേറ്റ് കേട്ടോ. ഇത് കേട്ടോ പഴയ എന്നാ പറയുന്നത് ചൈനീസ് മാതൃകയിൽ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഫോർബിഡൻ സിറ്റി ഒക്കെ കണ്ട ആ ബിൽഡിങ് പോലെയുള്ള ഒരു ഗേറ്റാണിത്.
ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചൈനീസ് പാർലമെൻറ്റ് കേട്ടോ. കേട്ടോ, ഇത് ചൈനീസ് പാർലമെൻറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ഡിറക്ഷനിലാണ് ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻറ്റ് ഹൗസ്. അത് ആ ഒരു ഡിറക്ഷനിലായിട്ട് വരും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണത്. നമുക്കറിയാം നമ്മുടെ ചെയർമാൻ ഓഫ് മാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നു ചൈനയുടെ. അപ്പോൾ പുള്ളിയുടെ ഫോട്ടോ ആണ് അത് ആ കാണുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗേറ്റ് ഓഫ് ഹെവൻലി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങാണിത്. അപ്പോൾ ഇത് ഏകദേശം 10 ലക്ഷം ആൾക്കാർക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്ര വലിയ ഒരു ഏരിയ ആണ് ഇത്. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, ഇത് ഭയങ്കര വലിയ ഒരു ഏരിയ ആണ്. അപ്പം ഇതല്ലോ ആൾക്കാരിങ്ങനെ ഒഴുകുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെയുള്ള ഈ ഫ്ലാഗുകൾ നോക്കിയാൽ തന്നെ അറിയാം എന്തുമാത്രം ടൂർ ഓപ്പറേറ്റേഴ്സാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുള്ളത്. ഇത് കേട്ടോ, ഓരോ ടൂർ കമ്പനികളുടെ ആൾക്കാർ ഇതുപോലെ കൊടിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൊടി കാണുമ്പോഴത്തേക്കും ഓരോരുത്തർക്ക് അറിയാം ഇത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സഞ്ചാരികളുടെ ഒരു പറുദീസയാണ്. ഇത് കേട്ടോ, ഇതാണ് ചൈനീസ് ഫ്ലാഗ്. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറിമണി ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ന്യൂഡൽഹിയിലുള്ള പ്രസിഡന്റ് ഹൗസ്, പാർലമെൻറ്റ്, ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു സ്ഥലമാണിത്. നാഷണൽ മ്യൂസിയം ഓഫ് ചൈന, അതാണ് അദ്ദേഹം കാണുന്നത് കേട്ടോ. ഇത്രയും ആൾക്കാർ വരുന്നെങ്കിലും അങ്ങനെ കാര്യമായ വേസ്റ്റ് ഇല്ല. അത് പക്ഷേ ചൈനയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കിയിട്ടുള്ള ഈ സ്ട്രീറ്റുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു തരത്തിലുള്ള വേസ്റ്റും ഇല്ല. തന്നെയല്ല, വേസ്റ്റ് എടുക്കാനായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരും എപ്പോഴും എല്ലായിടത്തും കാണാം. അവർ ഭയങ്കര അലേർട്ടാണ്. അങ്ങനെ ആരും തന്നെ അങ്ങനെ വേസ്റ്റ് ഒന്നും എല്ലായിടത്തും ഒന്നും അങ്ങനെ ഇടുന്നതായിട്ടൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. ആൾക്കാരെല്ലാം ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാണ്. ഏതൊക്കെയാലും വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ടിയാൻമെൻ സ്ക്വയർ, ഇതിൻ്റെ വേറെ ചരിത്രങ്ങളൊക്കെ അറിയാവുന്നവർക്കറിയാം. ഇത് പഴയ കാലത്ത് ഇവിടെ ഒരു റവല്യൂഷൻ നടന്ന സമയത്ത് ഇവിടെ ഇതൊരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം അങ്ങനെ ഒക്കെ വളരെ ചൈനീസ് ചരിത്രത്തിൽ വളരെയധികം ഇടം നേടിയ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം, ടിയാൻമെൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുണ്ട്, ഇവിടെ എല്ലാം പട്ടാളക്കാരിങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇവർ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണോ അതോ അവരുടെ ഡ്യൂട്ടി ടൈമിൽ ഈ അനങ്ങാതെ ഇങ്ങനെ എങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ആണേലും ഇതുപോലെയൊക്കെ തന്നെ. ഇതുള്ളൂ, അവരാ നിൽക്കുന്ന നിപ്പ് അതുപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാം. തല മാത്രം അനക്കാന്ന് തോന്നുന്നു. ഗാർഡായിട്ട് നിൽക്കുന്നവർ നോക്കിയേ. ഇവിടെ നല്ലൊരു ഫ്ലവർ ബെഡുണ്ട്, അടിപൊളിയല്ലേ നോക്കി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ നമ്മുടെ അടുത്ത ഇവിടുത്തെ അതൊരു മംഗോളിയൻ ആൾക്കാരുടെ ഒരു ഗ്രാമമാണ്. അപ്പോൾ പഴയ കാലത്ത് എങ്ങനെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് അതിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ ആ വില്ലേജിലേക്കാണ് അടുത്ത നമ്മുടെ യാത്ര. അപ്പോൾ അങ്ങനെ ടിയാൻമെൻ സ്ക്വയർ കണ്ടു കേട്ടോ. അതുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഇവരുടെ മാവോ, നമ്മുടെ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ കൺട്രിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന പോലെ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഇതിലുള്ള ആളാണ് മാവോ, ചെയർമാൻ മാവോ. അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ പോലെയുള്ള സമയത്തൊക്കെ ഇവിടെ പരേഡുകൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്ക് ഏകദേശം
10 ലക്ഷം ആൾക്കാർക്ക് ഇതിനകത്ത് നിൽക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഇടയുണ്ട്. ഈ ഒരു ടിയാനൻമെൻ സ്ക്വയറിൽ 10 ലക്ഷം പേർക്ക് 1,000,001 എന്നാണ് പറഞ്ഞത്. അതായത് അവിടുത്തെ സ്ട്രീറ്റും സംഭവങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഏകദേശം 11 ലക്ഷം ആൾക്കാർക്ക് ഈ ഒരു സ്ക്വയറിൽ നിൽക്കാൻ പറ്റും. അവരുടെ ഈ പരേഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത്. അങ്ങനെ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ ബസ് ഇങ്ങനെ കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മരങ്ങളൊക്കെ കാണാൻ നല്ല രസം. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഓട്ടം സീസണാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയാണ് ഈ നടപ്പ്. ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടോ, ഒരു മൂടിയ ക്ലൈമറ്റ് ആയതുകൊണ്ട് ചെറിയ തണുപ്പുമുണ്ട്, നടക്കാൻ സുഖമാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ ക്യാമറകളാണ് കണ്ടുവെക്കുന്നത്. ഏത് മുക്കിനും മൂലയിലും ക്യാമറകളാണ്, ഇഷ്ടം പോലെ ക്യാമറ. അപ്പം അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും. അത് ഞങ്ങൾ ഇറങ്ങിയ അന്നേരം മുതൽ ഇവിടെയുള്ള റോഡുകളിൽ എല്ലായിടത്തും അത് ഒരു പോസ്റ്റിൽ തന്നെ ഒരു 5-6 ക്യാമറയാണ്. അപ്പോൾ ഇപ്പം AI ക്യാമറയും കൂടി വന്നുകൊണ്ട് നമ്മുടെ ഫേസ് റെക്കഗ്നേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അടുത്ത് നമ്മുടെ വില്ലേജിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ താമസിക്കുന്ന ഒരു ഫാമിലിയുടെ കൂട്ടത്തിലാണ് നമ്മുടെ ലഞ്ചും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡൽഹി പോകുന്ന ഒരു ഫീലാണ് കേട്ടോ, ന്യൂഡൽഹി പോകുന്ന ഒരു ഫീലാണ് ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളും എല്ലാം. ഇതാണ് പഴയ കാലത്തെ ബിൽഡിങ്സ് ആണ് കാണുന്നത്. When the businessmen successfully make money, you know what's the first thing they need to do? Push your kids study hard to become an official. If not, they will buy one official position to guarantee they are official to keep their money. So now you see this building. You can see this was a Prince Garden. So they all same color. 游客你好，由于景区人员密集，请不要在桥上停留。谢谢。游客你好。ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പഴയൊരു വില്ലേജാണ്. അത് അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ ടൂറിൻ്റെ ഭാഗമായിട്ട് നമ്മളിതിന് $300 കൊടുത്തിരിക്കുന്നത്. ഏകദേശം $50-60 ഇതുണ്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ സൈക്കിൾ റിക്ഷയിലൊരു സവാരിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. നമുക്കതൊരു പുത്തരിയല്ല, നമ്മൾ നാട്ടിലൊക്കെ സൈക്കിൾ റിക്ഷയിൽ പോയവർക്ക് ഇതൊരു പുത്തരിയൊന്നുമല്ല. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻസിനൊക്കെ ഇവിടെ വരുന്നവർക്ക് ഇതൊരു ഭയങ്കര ഇതാണ്. ഈ മരം കാണാൻ ഭയങ്കര രസമാണ്. ഇത് കേട്ടോ, നല്ല ഭംഗിയല്ലേ. സോറി ഏകദേശം നമ്മൾ റിക്ഷയെ പോകാൻ പോവാ അല്ലേ. രണ്ടെണ്ണന്മാർ ഇരിക്കുന്നുണ്ടോ. ഓ അയ്യോ റിക്ഷയിൽ പോവാ. അങ്ങനെ ചൈന വന്ന് സൈക്കിൾ റിക്ഷയിൽ കയറി. നമ്മുടെ ഇപ്പോൾ ബസ്സിലുള്ള എല്ലാവരും ഈ ടൂറിന് വന്നിട്ടില്ല. ബായ് എടാ, ഇവർ ഇതിലെ ഇങ്ങനെ നമ്മളെ സൈക്കിൾ റിക്ഷയെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ പോകുന്നതെല്ലാം നമ്മുടെ ബസ്സിൽ വന്ന ആൾക്കാരാണ് കേട്ടോ. 7 സൈക്കിൾ റിക്ഷ നമ്മളിപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ പോവുകയാണ്. ഇതെല്ലാം ഇത് ഭയങ്കര രസമാണ്. അതെ, അവിടെ ഒരു നല്ലൊരു കനാൽ, അതിനകത്തോട്ട് ചെറിയൊരു ബോട്ടിങ് സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഈ മരമാണ്, ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന. അതെ, കാണാൻ ഭയങ്കര ഭംഗി. അതിൻ്റെ ഇലകൾ നമ്മുടെ 7 റിക്ഷയാണ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. ഇവിടെ വേറെ വണ്ടി, സ്കൂട്ടർ ഇതൊന്നും അലൗഡ് അല്ലെന്ന് തോന്നുന്നു. ഈ റിക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിക്ഷയിൽ ഇങ്ങനെ ഒരു സവാരി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇത് പക്ഷേ നമ്മൾ എക്സ്ട്രാ വേറെ പൈസ കൊടുത്ത് എടുക്കുന്നതാണ്. ഇവിടുത്തെ $300 ഗൈസ്. അപ്പം ഏകദേശം ഒരു $50 നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ ഒരു പരിപാടിക്ക് വരുന്നത്. പക്ഷേ അതിനകത്ത് നമ്മുടെ ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതുപോലൊരു സവാരി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലഞ്ച്, പിന്നെ ഈ പഴയ ഒരു ചൈന ഗ്രാമം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ? അതെ. അതെ. നീ ഇവിടെ നിന്നാൾ വന്നതല്ലേ? നീ ബിസിനസ്സിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൈന വരുന്നതുകൊണ്ട് നിനക്കിത് അറിയാമല്ലോ. അല്ല, എന്താ ബിസിനസ് എന്നുള്ളത് നമുക്ക് പറയണ്ടല്ലോ. ഇത് ചവിട്ടാനാണ് വന്നോണ്ടിരുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സൈക്കിൾ റിക്ഷയിൽ കയറി. പണ്ട് ഡൽഹിയിലുണ്ടായിരുന്ന കാലത്ത് ഇഷ്ടംപോലെ കയറിയിട്ടുണ്ട്. ചൈന വന്നിട്ട്
ഒരു സൈക്കിൾ റിക്ഷ ജേണി അടിപൊളിയാണ്. ജോജ എങ്ങനെയുണ്ട്, എൻജോയ് ചെയ്യല്ലേ? നല്ലൊരു അനുഭവം അല്ലേ? നല്ല രസമുള്ള സ്ഥലം, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതാണ് ഒരു നല്ല ഗ്രീനറി. യെസ്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റോഡും എവിടെ ചെന്നാലും ഫുട്പാത്തിലൊക്കെ ഒരു സിഗരറ്റ് കുറ്റി പോലും ഇല്ല. അത്രയ്ക്ക് ക്ലീൻ ആയിട്ട് ഈ സിറ്റി പരിപാലിക്കുന്ന കേട്ടോ. ഇതിപ്പോൾ വേറൊരു പ്രത്യേകത ഞങ്ങളിപ്പോൾ പറയുന്നത്, ഇവിടെ ഒരു പട്ടിയെ പോലും കാണുന്നില്ല കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു മൃഗങ്ങളെയും കാണുന്നില്ല. ഞങ്ങൾ ഇവന്മാർ പട്ടി ഉണ്ടാകുന്നതിനെ പിടിച്ച് വറുത്തടിക്കുമായിരിക്കും നമ്മൾ. ഏതൊക്കെയാലും അത് ഭയങ്കര ഒരു സംഭവമായി. ഇതുവരെ ഒരു സ്ട്രീറ്റ് ഡോഗിനെ കണ്ടില്ല. ഇപ്പം നമ്മുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡൽഹി പോകുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ റിക്ഷക്കാർ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തള്ളി മറിച്ച്, അതിൻ്റെ ഇടയ്ക്ക് കുറേ പശു, പട്ടി, പന്നി എല്ലാം കാണും. ഇവിടെ പിന്നെ അങ്ങനെയുള്ള ഇതില്ല കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതാണ് നമ്മൾ ഒരു ചേരിയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ചേരി എന്ന് വേണേൽ പറയാം. അലക്കാനൊന്നും ഇല്ല, പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ. എന്നാൽ പോലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. മുറുക്കി തുപ്പുന്നില്ല. അത് തന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവരിങ്ങനെ അല്ല, ഇതാണ് വില്ലേജ്. ഇനി നമുക്ക് അവിടെ ഒരു വീട്ടിൽ നമുക്ക് ഊണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാ പറയുന്ന, നമ്മൾ പറയത്തില്ല ഹോം സ്റ്റേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വീട്ടിൽ നമുക്ക് ഊണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഉണ്ണും. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇതാണ്ട് വീണ്ടും ആ കനാലിൻ്റെ തീരത്ത് എത്തിയിരിക്കുകയാണ്. ഭയങ്കര രസമായിട്ടോ അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. കേട്ടോ, ആ മരവും ആ ഫുട്പാത്തും അതുപോലെ തന്നെ ആ മതിലും കേട്ടോ, വളരെ കുത്തുപണികളോടൊക്കെ കൂടിയ മതിൽ രണ്ട് സൈഡിലും ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മുടെ മറൈൻ ഡ്രൈവിൽ കൂടെയൊക്കെ പോകുന്ന പോലെ അല്ലേ? മറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ള പോലെ. പക്ഷെ അങ്ങനെ വലിയ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ ഒന്നും കണ്ടില്ല അല്ലേ? അധികം അവിടെ ഇവിടെയൊക്കെയുള്ള അല്ല, നമ്മുടെ പുറകെ നടന്ന് ഇത് മേടിക്കൂ എന്നും പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ടൂറിസ്റ്റുകളെ ശല്യപ്പെടുത്തുന്ന ഒരു പരിപാടിയും കാണുന്നില്ല. ഭയങ്കര അതൊരു വേറൊരു നല്ല കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളവിടെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടേ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഒരു സംഭവമില്ല കേട്ടോ. ഇവിടെ ഒരു സർട്ടൻ ലിമിറ്റ് കൂടുതൽ പൈസ ഉള്ളവർ മാത്രമാണ് സിറ്റി ഏരിയയിൽ ഇവർ വീട് മേടിക്കാൻ അനുവദിക്കുകയുള്ളൂ. അല്ലാത്തൊരു ഗ്രാമത്തിൽ തന്നെയാണ്. അത് ഇവിടുത്തെ റൂളാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. അങ്ങനെ സൈക്കിൾ റിക്ഷ സവാരിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കേട്ടോ, അതെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ സൈക്കിൾ റിക്ഷയിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതൊരു ടീമായിട്ടാണ് വരുന്നത്. ഇതൊക്കെ ഓരോ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ അവർ കണ്ടക്ട് ചെയ്യുന്നതാണ്. കേട്ടോ, കടയിൽ ഞാൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള അലുവ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് മേടിക്കുന്നു. പിന്നെ അത് ഇവിടെ ഇങ്ങനെ ചൈനീസ് പേസ്ട്രി പോലെയുള്ള സംഭവങ്ങളാണ്. ഇത് കൂട്ടെല്ലാം കുറേശ്ശെ മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ്. അതിനെന്നാ ഡയബറ്റീസ് മരുന്ന് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മരുന്നുള്ളത്. അത് കാരണം നമ്മൾ ഡയബറ്റീസ് ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ കഴിക്കാതിരിക്കേണ്ടത്. നമ്മൾ കഴിക്കും, മരുന്ന് കഴിക്കും. അതാണ് ഡയബറ്റീസ്. ഇനി ആർക്കാണെന്നുള്ളത് ഞാൻ വഴിയാ പറഞ്ഞുതരാം. അങ്ങനെ പേസ്ട്രി ഒക്കെ മേടിച്ച് ഞങ്ങളിനിയിപ്പം നമുക്ക് അരമണിക്കൂറാണ് ഇവിടെ സമയം തന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകുന്ന പോലെ ടീച്ചർ പറഞ്ഞ സമയത്ത് അവിടെ ചെല്ലണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലഞ്ച്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ലഞ്ച് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവരിങ്ങനെ വറുത്ത് തരും.
ഇത് മേടിച്ചാലോടാ? ഞാൻ പറഞ്ഞില്ലേ ഇതായിരുന്നു ഇനി പേസ്ട്രി. ഒരെണ്ണം മേടിച്ചു നോക്കാം. ഒരെണ്ണം മേടിക്കാം. ഒരെണ്ണം മേടിക്കാം, അതിന്റെ എങ്ങനെ നോക്കാം. അത് വീഡിയോ എടുക്കണം. ഗൈസ് ഒരു രക്ഷയില്ല, ഈ ഇരിക്കുന്ന സാധനം മേടിച്ചാണ്. അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഏതാണ്ട് ഒരുമാതിരി. എങ്ങനെയുണ്ട് ജോജ? എനിക്കൊരു ചോറ് മറ്റേ അരിയാണ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചോറിനകത്ത് ഇതിൽ മധുരം ഇട്ട് കഴിക്കുന്നോളുണ്ട്. അല്ലേ, ഒരു പാച്ചോറ് അത് തന്നെ. ആ ഒരു ടേസ്റ്റാ എനിക്ക് തോന്നിയത്. പഞ്ചാര കൂടുതൽ ഇട്ടേക്കണോ അല്ലാതെ വേറെ പ്രത്യേകിച്ചും തോന്നില്ല. ശാനം തേങ്ങയുടെ കുറവുണ്ട്, അല്ലാതെ വേറെ ഒന്നും തോന്നില്ല അല്ലേ. പാച്ചോറ് പോലെയുള്ള ടേസ്റ്റാ. വലിയ ഇതൊന്നുമില്ല, മതി, നിർത്തി. അങ്ങനെ നമ്മളിത് ഒരുമാതിരി നമ്മുടെ നാട്ടിൽ മട്ടാഞ്ചേരി കൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. പഴയ ജൂത തെരുവ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നടക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ ഇങ്ങനെ ചൈനീസ് പേസ്ട്രികൾ, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള സ്വീറ്റ്സ് ഇത് കേട്ടല്ലോ, ചെറിയ ചെറിയ ഹോട്ടൽസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് നമുക്ക് എന്നാ പറയുന്നത്, ടൂറിസ്റ്റുകൾക്കൊക്കെ സാധനങ്ങൾ മേടിക്കാനും അതിനൊക്കെ. അത് സ്പൈസസ് ഇത് ചെയ്യുന്നതാണ്. സ്പൈസസിൻ്റെ ഒരു മുല്ലപ്പൂ ഉണക്കിയിട്ടേക്കുന്നു. മുല്ലപ്പൂ കേട്ടോ, ഇതെല്ലാം സ്പൈസസ് ആണ്, പല ടൈപ്പ് സ്പൈസസ്. ആഹാ, നല്ല സ്മെല്ല് കേട്ടോ, സ്പൈസസിൻ്റെ നല്ല സ്മെല്ല് കേട്ടോ. പുള്ളിക്കാരി ഓക്കെ. അവരുടെ അത് നമ്മുടെ നാട്ടിലെ മറ്റേ ഉരല് പോലെയുള്ള, അല്ല ഉരലല്ല, എന്നെ പറയുന്നത് ഈ ഉരലെന്നല്ലല്ലോ പറയുന്നത്, വേറെ സാധനം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഈ തേങ്ങ ഒക്കെ പണ്ട് അരച്ചുകൊണ്ടിരുന്ന സാധനത്തിന് പേര് അരകല്ല്. ചൈനീസ് അരകല്ലാണ് ഇത് കേട്ടോ, ഇതുപോലെ കാണാം. ഇത് കൊള്ളാം, സ്പൈസസ് ആണ്. ഇവിടെ ഏതാണ്ട് ഇതെന്നതാണോ എവിടെ അതുപോലെയുള്ള ഈ സുഷിയൊക്കെ പോലെയുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു അല്ലേ, സുഷി പോലെയുള്ള സാധനം. ഇത് തേങ്ങാപ്പീരിയാന്ന് തോന്നുന്നു. ഇവിടെ ഹിന്ദിയിൽ എഴുതി വെച്ചേക്കുന്നു, റേത് കെ ഏക് ദാൻ മേ ദുനിയ ഓർ സ്വർഗ് ഫൂലോ മേ. കേട്ടോ, ഹിന്ദിയിൽ എഴുതി വെച്ചേക്കുന്നത് അതെന്നാ. ഇവിടെ അപ്പോൾ ഹിന്ദിക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ അവിടുത്തെ സ്ട്രീറ്റിൻ്റെ അവിടുന്ന് നമ്മളത് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫാമിലിയുടെ കൂട്ടത്തിൽ ഫുഡ് കഴിക്കാനായിട്ട് വരികയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവമുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രം ടവർ എന്നാണ് പറഞ്ഞത്. ഡ്രം ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ നാട്ടിലൊക്കെ സൈറൻ അടിക്കുന്ന പോലെ ഇവിടെ ഡ്രം കൊട്ടിയായിരുന്നു പഴയ കാലത്ത് സമയം അറിയിച്ചുകൊണ്ടിരുന്നത് സിറ്റിയിലുള്ളവരെ. അപ്പോൾ അതിനുള്ള ഒരു ടവറാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെ വേറെ ഒരു ടവർ അങ്ങേ സൈഡിലും ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേടോ അവിടെയുണ്ട്. അപ്പം ഇപ്പം പുതിയതായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, സൈറൻ അടിക്കുമല്ലോ ഇപ്പം നമ്മുടെ നഗരസഭയുടെയൊക്കെ മുകളിൽ സൈറൻ അടിച്ച ആൾക്കാരെ സമയം അറിയിക്കുന്ന പോലെ ഇവിടെ പണ്ട് ഡ്രം കൊട്ടിയാണ്. ആ ഡ്രമ്മിൻ്റെ സൗണ്ട് വരുമ്പോഴത്തേക്കുമാണ് സംഗതി സമയം അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രം ടവറാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ ഇതിനടുത്താണ് നമ്മൾ ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോകുന്ന ഫാമിലി. അപ്പം അങ്ങോട്ടാണ് ഇനിയിപ്പോൾ പോകുന്നത്.
Sema. All right. So the reason I asked what he's going to play because I have to give you a hint to let you understand his play. So he's going to play to make you feel that horse and racing. Let's see. So, doing very well, right? Yeah. That's ഗൈസ് ഇത് കണ്ടോ ഇവരുടെ വീടിനകത്തുള്ള ഡിസ്പ്ലേ ഉണ്ടോ ഇത് കണ്ടോ ഈ പുള്ളി so get all മാർഷൽ ആർട്ടിന്റെ ഭയങ്കര going outside. പാർട്ടിയാണ് ഇപ്പം മ്യൂസിക് വായിച്ച ഇതാണോ ഈ പഴയ കാലത്തുള്ള ആയുധങ്ങൾ ഇത് ഇഷ്ടം പോലെ അതിൻ്റെ ഒരു കമനീയ ശേഖരമാണ് ഇതാണോ Ask me something. Sorry. അത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ആയുധങ്ങളൊക്കെ ഇഷ്ടംപോലെ വാളുകൾ ഇതാണോ ലോഡ് ഓഫ് സ്റ്റാഫ് ഗൈസ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മളിനിയിപ്പം നമ്മുടെ ബസ് കയറാനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അഭിന ഒന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഒരു റിവ്യൂ പറഞ്ഞു ഫുഡ് നമുക്ക് ആക്ച്വലി അവർ ഒരു സ്റ്റോറിയിലൂടെയാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. ഒരു വില്ലേജ് ഒരു വില്ലേജ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളെ എത്തിച്ചത്. അപ്പം നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് ഇവിടെ വന്നത് അവര് പറഞ്ഞ ആ ഒരു എക്സ്പെക്ടേഷൻ കിട്ടിയായിരുന്നോ? കിട്ടിയില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഈ കാണുന്ന എല്ലാ വീടുകളില്ലേ അതുപോലെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ വന്നത്. പക്ഷെ ഇത് ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ഒരു ഫാമിലി ഹോം എന്ന് പറയപ്പെടുന്നു. പിന്നെ അവർ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്കൊരു ഭയങ്കര ടേസ്റ്റി ആയിട്ടോ അങ്ങനെയൊന്നും തോന്നില്ല. ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതായത് ഒരു ഹോംലി മെയ്ഡ് എന്ന് പറയാം. ഓക്കെ അങ്ങനെ നമുക്ക് പോകാനുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇത് കേട്ടോ ചൈനയിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ നോക്കി എന്നാ അടിപൊളിയാണ്. നോക്കി എയർപോർട്ട് പോലെ നല്ല സെറ്റ് കേട്ടോ. നമുക്ക് 16ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടത്. അതെ ആൾക്കാരെല്ലാം ക്യൂ ഒക്കെ നിന്ന് അടിപൊളിയാണ് കേട്ടോ. നമുക്കിനി അരമണിക്കൂറും കൂടിയുണ്ട് പോകാനായിട്ട്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക് ടിക്കറ്റ്. അതുപോലെ തന്നെ ഇതെനിക്ക് വന്ന് KFC അമേരിക്കയിലെ KFC പോലെ തന്നെ ചൈനക്കാരുടെ KFC ആണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ ഒരു അപ്പച്ചനെ ഒരു ചൈനീസ് അപ്പച്ചൻ്റെ സമ്മതം എല്ലാം വെച്ചിട്ടുള്ള ഒരു പരിപാടി. KFC അപ്പുറത്തുണ്ട്, അപ്പുറത്തെ സൈഡിൽ KFC ഉണ്ട്. എന്നാ വലിയ ബീജിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ ചൈനയുടെ തലസ്ഥാനമാണ്. അപ്പം വലിയ ഭയങ്കര റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ഇവിടുത്തെ ബിസിനസ് ക്ലാസ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ലോഞ്ചാണ്. ഇതാ ബിസിനസ് ലോഞ്ച്. ഇതാണ് പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമാണെന്നുള്ളതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് കേട്ടോ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ കൂട്ടത്തിൽ ട്രെയിനിൽ വരാനുള്ളതാണ്. അത് ട്രെയിൻ വന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു 10 മിനിറ്റിന് മുമ്പേ ഉള്ളൂ ഗേറ്റ് ഓപ്പൺ ആക്കത്തുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ട്രെയിനിൽ പോയി കയറണം. അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ബാഗൊക്കെ ആയിട്ട്. നമ്മുടെ ഗൈഡ് നമ്മുടെ കൂട്ടത്തിൽ ട്രെയിനിൻ്റെ അകം വന്ന് നമ്മളെ സീറ്റേ ഇരുത്തിയിട്ടേ ഉള്ളൂ പോരത്തുള്ളൂ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ ചൈനയിലെ ട്രെയിനുകളൊക്കെ കണ്ടോ അടിപൊളിയിലാണ്.
ഈ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിന്. ഓക്കെ, പ്ലാറ്റ്ഫോമൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള പ്ലാറ്റ്ഫോം. ഇതുണ്ടോ, നമ്പർ 16 പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. കോച്ച് 4 ആണ് നമ്മുടെ കോച്ച്. അപ്പം കേട്ടോ, ഇങ്ങനെ ചൈനയുടെ ബീജിങ്ങിനോട് വിട പറയാനായിട്ട് പോവുകയാണ്. അതെ, അങ്ങനെ നമ്മൾ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനെ കയറി. അങ്ങനെ നമ്മളെല്ലാവരും ട്രെയിനിനകത്ത് കയറി. നമ്മുടെ ലില്ലി നമ്മളെ വിട്ട് പോയി. ഇനി അതിനാണ് അങ്ങനെയല്ലേ പറയണ്ടേ, മരിച്ചു പോയില്ല, നമ്മളെ വിട്ട് അടുത്ത ഗ്രൂപ്പിനെ തേടി പോയി. അപ്പം ഇനിയിപ്പം അധികം താമസമില്ലാതെ എനിക്ക് തോന്നുന്നു 5 മണിക്കാണ് ട്രെയിൻ. ഇപ്പം 4:46. ഇത് കണ്ടോ, അടിപൊളി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, നല്ല ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ട്രെയിനാണ്. അങ്ങനെ നമ്മളിത് ബീജിങ് സിറ്റിയോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ബീജിങ് സിറ്റി കഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുന്നത് ഗ്രാമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ഇതേട്ടാ, ഇപ്പം തന്നെ ഏകദേശം 200 km/h നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൻ്റെ മാക്സിമം കറക്റ്റായിട്ടുള്ള സ്പീഡ് എത്രയാണെന്നുള്ളത് അറിയത്തില്ല, നമുക്ക് നോക്കാം. നമ്മുടെ പാൻട്രിയാണ്, ഡ്രിങ്ക്സ് ഒക്കെ വരുന്നതല്ലേ അതിനകത്ത്, പക്ഷേ ഒന്നുമില്ല. ഇത് ഇതിൻ്റെ പാൻട്രിയാണ്. You have noodles? Yeah. Noodles? Yeah. Okay. വെയിറ്റ് ഉണ്ടല്ലോ ശരിക്കും. ഇത് ഇതിൻ്റെ മോഡലായിരിക്കും അല്ലേ? Okay. Yeah. How much? 39 yuan. Okay. We will come back. We go and come back. Yeah. ഇതാണ് ഇതിൻ്റെ പാൻട്രി. അടിപൊളി. അങ്ങനെ നമ്മളിത് ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് വരെ വന്നിരിക്കുകയാണ്. ഇത് എത്രയാണ്? 17ാമത്തെ അല്ലേ? 17ാമത്തെ കമ്പാർട്ട്മെൻറ്റ് വരെയായി. Oh, this is a station. Wow. നമ്മളൊരു സ്റ്റേഷനിൽ എനിക്ക് ചൈനയിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇതാണ് ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്. ഇത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതിൻ്റെ wow, that is first class. That is the last one. First class. Oh yeah. Wow. ആണോ? ഇതാണ് ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ്. 6 ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻജിനാണ്. താങ്ക് യു. ഡിന്നർ ടൈം ആയല്ലേ? ഡിന്നർ ടൈമായി. 7 മണി ആയില്ലേ? ഞാൻ സാധാരണ 6 മണിയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുന്നത്. ഇതിപ്പോൾ 7 മണിയായി. എന്താ ഓർഡർ ചെയ്യുന്നത്? ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം എനിക്ക് ഇഷ്ടമുള്ളത് ന്യൂഡിൽസാണ്. നമ്മളൊരു പോർക്ക് ന്യൂഡിൽസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരി അത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മൈക്രോവേവിനകത്ത് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സാധനം. 39 യുവാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓസ്ട്രേലിയൻ ഡോളർ ഒരു $8 ആവും. പക്ഷെ അത്യാവശ്യം വലിയ നൂഡിൽ പാക്കാണ്. ഇതാണോ അത്യാവശ്യം വലിയ ബൈക്കാണ്. 39. വെരി ഹോട്ട്. ഫോർക്ക്. ഇത് മറ്റേ ചോപ്സ്റ്റിക്ക്. ഇതുകൊണ്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം എടുക്കും. നമുക്ക് ഫോർക്ക്
താങ്ക് യു. ഇവിടെ കുറെ ഇവിടെ കുറെ മെനു ഇരിപ്പുണ്ട് കേട്ടോ. ഇത് എന്താണ് അവൈലബിൾ? ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രെയിനിൽ കൊടുക്കുന്ന സ്റ്റാർബക്സിന്റെ കോഫിയാണ്. കോഫി അല്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ ഡിന്നർ നൂഡിൽസ്. 列车，本次列车全列禁烟，下一站定远站。Welcome to the Flushing train. ഗൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനിലെത്തി. എക്സിറ്റ് എടുത്ത് പുറത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇവിടുത്തെ ഗൈഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമ്മളിന്ന് ഒരു ഹോട്ടലിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ട് നാളെ മുതലാണ് ഇനിയിപ്പം പരിപാടികൾ, അടുത്ത നാളത്തെ പരിപാടികൾ തുടങ്ങുന്നത്. ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സിറ്റിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.